ഡ്രോയിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. അപ്പൊ അതിൽ ടോപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്. നോർമൽ ആയിട്ടുള്ള പ്രോബ്ലം, പിന്നെ പ്രോഡക്റ്റ് മെത്തേഡും വരുന്നത്. പ്രോഡക്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് മെത്തേഡ് പഠിക്കാം. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണ്ടേ? വേഗം വീഡിയോ ലൈക്ക് ചെയ്തേ. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഷമീർ വിഡ്രൂ ദ ഫോളോയിങ് അമൗണ്ട്സ് ഫ്രം ഹിസ് പേഴ്സണൽ യൂസ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st March. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആയിട്ട് 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. ദെൻ നമുക്കിവിടെ തന്നിട്ടുള്ള ഡേറ്റ് നോക്കി, പല പല ഡേറ്റുകളും എമൗണ്ടുകളോ തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേ ബോക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 2 എക്സ്ട്രാ കോളം കൂടി നമ്മളിവിടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. 2 എക്സ്ട്രാ കോളം കൂടി നമ്മൾ വരയ്ക്കണം. ആ കോളത്തിന്റെ പേര് വരുന്നത് ഫസ്റ്റത്തേത് പീരീഡ് കോളാണ്, രണ്ടാമത്തേത് പ്രോഡക്റ്റ് കോളം. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ പീരീഡ് ആദ്യം കണ്ടുപിടിക്കണം. പീരീഡ് കണ്ടുപിടിക്കുന്നത് മെയ് 1 തൊട്ട്, നമ്മുടെ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31st March-നല്ലേ. അപ്പൊ March 31 വരെ എത്ര മാസമുണ്ട്? മെയ് 1 തൊട്ടാ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 11 മാസം. അപ്പൊ പീരീഡ് 11. ഇനി അതേപോലെ ജൂലൈ 31 തൊട്ട് മാർച്ച് 31 വരെ. ജൂലൈ 31 പറയുമ്പോൾ ജൂലൈ കഴിഞ്ഞു, ജൂലൈ എണ്ണണ്ട, ഓഗസ്റ്റ് മുതൽ എണ്ണ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 8 മാസം ഉണ്ട് അല്ലെ. സോ 8 ആണ് അവിടെ പീരീഡ് വരിക. ദെൻ ഒക്ടോബർ 1 തൊട്ട് മാർച്ച് 31 വരെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 മാസം. ദെൻ ജനുവരി 1 തൊട്ട് മാർച്ച് 31 വരെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസം. ഓക്കെ, അപ്പോൾ പീരീഡ് നമ്മൾ എഴുതി. പീരീഡ് നമ്മൾ എഴുതിയതിനു ശേഷം ഈ പീരീഡ് കോളം ഈ എമൗണ്ട് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 15,000 into 11 ചെയ്യാം. 15,000 into 11 ചെയ്യുമ്പോൾ 1,65,000 കിട്ടും. ഇനി 20,000 into 8 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 1,60,000 കിട്ടും. then 18,000 into 6 ചെയ്യാം. അപ്പൊ 1,08,000 കിട്ടും. then 22,000 into 3 ചെയ്യാം. 66,000 കിട്ടും. സോ പീരീഡ് കണ്ടുപിടിച്ചു, പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ഇനി ഈ പ്രോഡക്റ്റ് കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ഈ കോളത്തിന്റെ ടോട്ടൽ ഈ 4നും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4,99,000 കിട്ടും. ഓക്കെ, ഇതല്ല നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? എമൗണ്ട് ഇൻറ്റു എമൗണ്ട് 4,99,000 ഇൻറ്റു റേറ്റ് ബൈ 100. റേറ്റ് എത്രയാ? 6/100. 6/100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ് എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. പക്ഷെ ഇവിടെ ആവറേജ് പീരീഡ് എടുക്കണ്ട, കാരണം പീരീഡ് നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,495 കിട്ടും. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഒരു 3 മിനിറ്റോട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലത്തെ ഒരു ചോദ്യം വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ പ്രോഡക്റ്റ് മെത്തേഡ് സെറ്റ് ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.